ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണോടുള്ള അവഗണന തുടരുകയാണ്. ബംഗ്ലാദേശിനെതിരെ 6 വിക്കറ്റ് നഷ്ടമായിട്ടും ഇന്ത്യ സഞ്ജുവിനെ ബാറ്റിംഗിന് അയച്ചില്ല. ടീമിൽ നായകവേഷം മാത്രമല്ല, വില്ലന്റെയും ജോക്കറുടെയും വേഷങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിന് മുൻപ് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് റയാൻ ടെൻ 5-ാം നമ്പറിൽ സഞ്ജുവിനേക്കാൾ മികച്ച ഒരു ബാറ്റർ നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ള പ്രതികരണം നൽകിയിരുന്നു. എന്നാൽ ഈ വാക്കിന് ഒരു വിലയും ഉണ്ടായില്ല. 3-മനായി ശിവം ദുബെയായിരുന്നു ടീം ഇന്ത്യ പരീക്ഷിച്ചത്. 5-മനായി എത്തിയത് ഹാർദിക് പാണ്ഡ്യ. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും രണ്ടക്കം കാണാതെ പുറത്തായിട്ടും 7-മനായി ക്രീസിലെത്തിയത് അക്സർ പട്ടേൽ. അപ്പോഴും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ സഞ്ജു കാഴ്ചക്കാരൻ മാത്രമായി ഡഗ്ഔട്ടിലിരിക്കുകയായിരുന്നു. ദുബെയും സൂര്യയും തിലകും ഹർദിക്കുമെല്ലാം അവസാന ഓവറുകളിൽ തകർത്തടിക്കാൻ ശേഷിയുള്ളവരായിട്ടും ടോപ്പ് ഓർഡറിൽ അവസരം നൽകാതെ ഗംഭീറും സൂര്യകുമാർ യാദവും സഞ്ജുവിനെ തീർച്ചയായിട്ടും തഴയുകയായിരുന്നുവെന്ന് നിസ്സംശയം പറയാനായി സാധിക്കും. മുൻ താരങ്ങൾ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. സഞ്ജുവിന് അവസരം കൊടുക്കാതിരുന്നതിനെ രൂക്ഷമായി വിമർശിച്ച് ഇന്നലെ സുനിൽ ഗവാസ്കർ രംഗത്തെത്തിയിരുന്നു. ടോപ്പ് ഓർഡറിൽ ഇത്രയും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ഇത്രയും റെക്കോർഡുള്ള ഒരു താരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. എന്തിന് ആ ഒരു താരത്തെ നിങ്ങൾ ഡഗ്ഔട്ടിൽ വിളിച്ചിരുത്തിയിരിക്കുന്നു? ബാറ്റിംഗ് ഓർഡറിൽ 5-മനോ 7-മനോ ആയി പോലും അദ്ദേഹത്തിന് അവസരം നൽകുന്നില്ല എങ്കിൽ എന്തിന് അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ കളിപ്പിക്കുന്നു എന്നായിരുന്നു സുനിൽ ഗവാസ്കറുടെ വിമർശനമുയർന്നത്. എന്തായാലും സഞ്ജുവിനെ ഒഴിവാക്കാനുള്ള BCCIയുടെ ഡർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമായി തന്നെയാണ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ അദ്ദേഹത്തെ ബാറ്റിംഗിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ 100% വ്യക്തമായിരിക്കുകയാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും സഞ്ജുവിനൊപ്പം ഉണ്ട് എന്നുള്ള പ്രസ്താവനകൾ നൽകുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അവഗണന തീർച്ചയായിട്ടും സഞ്ജു സാംസണെ സംബന്ധിച്ച് നേരിടുക പ്രയാസമുള്ള കാര്യമായി തന്നെ മാറിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.